കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ട്വിറ്ററിലെ ചാറ്റ് ബോട്ടായിട്ടുള്ള ഗ്രോക്ക് അപരിചിതരുടെ വിവരങ്ങൾ ചോർത്തുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. സഞ്ചാർ സാഥി ആപ്പ് പുറത്തു വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെയുള്ള മതമൗലികവാദികളും നരേന്ദ്രമോദി വിരുദ്ധരും അങ്ങേയറ്റം ബഹളം വച്ചത് ഈ സഞ്ചാർ സാഥി ആപ്പ് പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള കേന്ദ്രത്തിന്റെ ഇസ്രായേൽ മോഡൽ പെഗാസിസ് രീതിയിലുള്ള ആപ്പാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷയങ്ങളൊന്നും തന്നെ ഇവർ യാതൊരുവിധ ശബ്ദവും ഉയർത്തുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോഴിതാ അപരിചിതരുടെ സ്വകാര്യ വിവരങ്ങൾ അറിയാൻ ഗൂഗിൾ AI ഗ്ലാസിന് കഴിയും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ AI ഗ്ലാസ് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരടക്കം ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തെരുവിലൂടെ നടക്കുമ്പോഴോ മെട്രോയിലോ ട്രെയിനുകളിലോ വിമാനങ്ങളിലോ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾ ദിവസവും നൂറുകണക്കിന് ആളുകളെ കണ്ടുമുട്ടുന്നു. അവരിൽ 99% നിങ്ങൾക്കറിയില്ല. പക്ഷെ അവരുടെ പേര്, വിലാസം, അവർ ജോലി ചെയ്യുന്ന സ്ഥലം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ അവരുടെ മുഖം നോക്കി അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ഒരു ഹോളിവുഡ് സിനിമയുടെ കഥ പോലെ തോന്നുന്ന ഈ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഗൂഗിളിന്റെ AI ഗ്ലാസിന്റെ സഹായത്തോടെ ഏതൊരു വ്യക്തിക്കും ഏതൊരു അപരിചിതന്റെയും സ്വകാര്യ വിവരങ്ങൾ ലഭിക്കും. നമ്മൾ എവിടെ പോയാലും റോഡിൽ നൂറുകണക്കിന് അപരിചിതരെ കണ്ടുമുട്ടുന്നു. കാരണം അവരുടെ പേരുകൾ, വിലാസങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ എന്നിവ നമുക്കറിയില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഗൂഗിൾ AI ഗ്ലാസിന് അപരിചിതർ എന്ന വേർതിരിവ് നീക്കം ചെയ്ത് ഡച്ച് ടെക്നോളജി ജേർണലിസ്റ്റ് അലക്സാണ്ടർ ക്ലോപ്പിംഗ് ഗൂഗിൾ AI ഗ്ലാസ് ധരിച്ച് റോഡിലൂടെ നടക്കുന്നതിന്റെ ഒരു ഡെമോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ കോളിളക്കമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വീഡിയോയിൽ കണ്ണട ധരിച്ച് ഡച്ച് പത്രപ്രവർത്തകൻ ക്ലോപ്പിംഗ് റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളെ കുറച്ചു നേരം തുറിച്ചു നോക്കിയപ്പോൾ ട്രെയിനുകളെ കുറിച്ചോ മറ്റു വിവരങ്ങളെ കുറിച്ചോ ചോദിക്കുകയോ ചെയ്യുന്നത് കാണാം. ഈ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ഗൂഗിൾ AI കണ്ണടകൾ ഈ ആളുകളുടെ മുഖം സ്കാൻ ചെയ്യുകയും അവരെ തിരിച്ചറിയുകയും വിലാസം, ബിരുദം, ജോലി, ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നിവയുൾപ്പെടെ വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്തു എന്ന് പത്രപ്രവർത്തകൻ ക്ലോപ്പിംഗ് പറയുന്നു. പത്രപ്രവർത്തകനായിട്ടുള്ള അലക്സാണ്ടർ ക്ലോപ്പ് തന്റെ മുന്നിലുള്ള വ്യക്തിയെ പേര് ചൊല്ലി വിളിക്കുകയും തന്റെ തൊഴിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ ഒരു അപരിചിതന്റെ പക്കൽ തന്നെക്കുറിച്ച് ഈ വിവരങ്ങൾ ഉണ്ടെന്ന് കണ്ട് മുന്നിലുള്ള വ്യക്തി അത്ഭുതപ്പെടുന്നു. താൻ ധരിച്ചിരിക്കുന്ന ഗൂഗിൾ AI ഗ്ലാസുകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചതെന്ന് ക്ലോപ്പ് പറയുന്നു. ഗൂഗിൾ AI ഗ്ലാസിന് ഏതൊരു വ്യക്തിയെക്കുറിച്ചും ഒരു സർക്കാർ ഡാറ്റാബേസിന്റെയോ പോലീസ് സംവിധാനത്തിന്റെയോ സഹായമില്ലാതെ തന്നെ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.